ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോളജ് ക്യാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ്, ഭാഷാ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ 3 സ്റ്റേജസ് ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ്, അതായത് 3 സ്റ്റേജസിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ദേ ഈ മേളിൽ കാണുന്ന കാർഡിൽ കയറി നോക്കിയാൽ മതി, കാണാം. അപ്പോൾ ആ വീഡിയോ കാണുക, എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. 3 സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. ലാംഗ്വേജിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കണും കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭാഷയുടെ ഘടകങ്ങളെ, അതായത് എലമെൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 4 മെയിൻ എലമെൻസിനെ ഒന്ന് കാണാം. 4 മെയിൻ എലമെൻറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ നൗൺസ്, പ്രൊനൗൺസ്, വെർബ്സ് ആൻഡ് ടെൻസസ്. അപ്പോൾ ഈ 4 മെയിൻ എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് കൊച്ചു സെൻറ്റൻസുകൾ ഫോം ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് നൗൺ. എന്താണ് ഒരു നൗൺ? ഒരു നൗൺ എന്ന് പറയുന്നത് ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേരോ ആവാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൽപ്പന ഒരു പേരാണ്, പെൻ ഒരു സാധനമാണ്, പിന്നെ സ്ഥലം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നൗണിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. അടുത്തത് പറയുകയാണെങ്കിൽ പ്രൊനൗൺ. പ്രൊനൗൺ എന്ന് പറയുന്നത് നമ്മൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ പ്രൊനൗൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100-ലധികം പ്രൊനൗൺസ് ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സംസാരിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊനൗൺസിനെ നമുക്കിന്ന് കാണാം. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. അപ്പോൾ അത്രയാണ് പ്രൊനൗൺസ്. ഇനി നമുക്ക് വേർബ്സിലേക്ക് പോവാം. എന്താണൊരു വേർബ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വേർബ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് വേർബ്സ് ഉണ്ട്. ഒന്ന് മെയിൻ വേർബ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ്, പിന്നെ ഒന്ന് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറീസ്. അപ്പോൾ ആദ്യം നമുക്ക് മെയിൻ വേർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീഡ്, റൈറ്റ്, go, come, eat, talk, teach, etc. ഇതൊക്കെയാണ് മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഓക്സിലറീസ്. എന്താണ് ഓക്സിലറീസ്? ഒരു വേർബിൻ്റെ സമയവും സാഹചര്യവും എല്ലാം മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന വേർബിനെയാണ് ഓക്സിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ 24 ഓക്സിലറീസ് ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ആം, ഈസ്, ആർ, was, were, have, has, had, do, does, did, can, could, will, would, shall, should, may, might, ought to, need, dare, used to. അപ്പോൾ നമുക്ക് ഈ വേർബ്സ് മാത്രം മതിയോ ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട്? പോരാ അല്ലേ? നമുക്ക് ടെൻസും വേണം. അപ്പോൾ ഒരു ടെൻസ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയുടെ സമയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. അപ്പോൾ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ ചിലത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെ ഇനി ചെയ്യാനിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അതിൻ്റെ സമയം മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ടെൻസ്. അപ്പോൾ 3 തരത്തിലുള്ള ടെൻസ് ഉണ്ട്. ഒന്ന് പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ട്. പിന്നെ വരുന്നത് പ്രസൻറ്റ് ടെൻസ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടെൻസിൻ്റെ പ്രധാനപ്പെട്ട 3 ഫോംസിനെ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ 3 ടെൻസ് ഫോംസിലും വേർബിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഒരു 5 വേർബ്സിനെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ 5 വേർബ്സിൽ ടെൻസ് ഫോമിൽ വരുന്ന മാറ്റങ്ങൾ, ഈ 5 വേർബ്സിൻ്റെ ടെൻസ് ഫോമിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ വേർബ് റൺ എന്നുള്ള വാക്ക് നമുക്കെടുക്കാം.
അപ്പോൾ റൺ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാം, ഓടുക. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എന്താണ് അതിന് പറയുക? അപ്പോൾ ഓടുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? റൺസ് എന്ന് പറയാം. പിന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ, അതായത് ഓടി എന്ന് പറയാനാണെങ്കിലോ റാൻ എന്ന് പറയാം. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ ഓടും എന്ന് പറയാനാണെങ്കിലോ വിൽ റൺ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേർബ് സ്പീക്ക് എന്നുള്ള വേർബ് എടുക്കാം. എന്താണ് സ്പീക്കിൻ്റെ അർത്ഥം? സംസാരിക്കുക. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ സംസാരിക്കുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്പീക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സംസാരിച്ചു എന്ന് പറയാനാണെങ്കിലോ പാസ്റ്റ് ടെൻസ് ആകുമ്പം സ്പോക്ക് എന്ന് വരും. അപ്പോൾ ഇനി ഫ്യൂച്ചർ ടെൻസിൽ സംസാരിക്കും എന്ന് പറയാനാണെങ്കിൽ വിൽ സ്പീക്ക് എന്ന് പറയും. അടുത്ത വേർബ് ഈറ്റ്, കഴിക്കുന്നു, ഈറ്റ്സ് എന്ന് പറയാം. കഴിച്ചു എന്ന് പറയാനാണെങ്കിൽ എയ്റ്റ്. ഇനി കഴിക്കും എന്ന് പറയാനാണെങ്കിലോ വിൽ ഈറ്റ്. അടുത്ത വേർബ് ഡ്രോ, വരയ്ക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഡ്രോസ് എന്ന് പറയാം. പാസ്റ്റ് ടെൻസിൽ വരച്ചു എന്ന് പറയാനാണെങ്കിലോ ഡ്രൂ എന്ന് പറയും. ഇനി ഫ്യൂച്ചർ ടെൻസിൽ വരയ്ക്കും എന്ന് പറയാനാണെങ്കിൽ വിൽ ഡ്രോ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വേർബ് സ്റ്റഡി, പഠിക്കുന്നു. പ്രസൻറ്റ് ടെൻസിൽ സ്റ്റഡീസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പഠിച്ചു എന്ന് പറയാനാണെങ്കിലോ സ്റ്റഡീഡ്. അപ്പോൾ ഇനി ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ പഠിക്കും എന്ന് പറയാനാണെങ്കിലോ വിൽ സ്റ്റഡി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്ന് 5 വേർബ്സിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ 5 വേർബ്സിൻ്റെയും ടെൻസ് ഫോമിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപോലെയല്ല. ഓരോന്നിൻ്റെയും ടെൻസ് ഫോമിൽ വരുന്ന മാറ്റങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ആയിരക്കണക്കിന് വേർബ്സിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെൻസ് ഫോമിൽ വരുന്ന മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള നിരവധി വേർബ്സിൻ്റെ ടെൻസ് ഫോമുകളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടിയിട്ട് ഇവിടെ മേളിൽ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതെടുത്ത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഭാഷയുടെ പ്രധാനപ്പെട്ട 4 എലമെൻറ്റ്സിനെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ 4 എലമെൻറ്റ്സിനെയും പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.